ഞങ്ങൾ പിന്നെ വന്നിരിക്കണം നീ പറഞ്ഞു. ഓക്കെ ഹായ് ഹലോ. ഹായ് ഹലോ. ഞങ്ങൾ പിന്നെ വന്നിരിക്കുകയാണ്. നമ്മൾ വേറൊരു റിയാക്ഷൻ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. യെസ്, നമ്മുടെ നാച്ചുറൽ സ്റ്റാർ. നാച്ചുറൽ സ്റ്റാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. വിചാരിക്കേണ്ട, അവർക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും നാച്ചുറൽ സ്റ്റാർ നാനി. നാനി, നമ്മുടെ സ്വന്തം നാനി. നാനിയുടെ പുതിയ മൂവിയുടെ എന്താ നമ്മുടെ നീ പറയുന്നത് അനിയണ്ണന്റെ അനിയണ്ണനൊക്കെയാണ് എന്താ സീക്വൻസ് ഓഫ് റാപ്പ് വീഡിയോ. ഇത് സീക്വൻസ് ഓഫ് റാപ്പ് വീഡിയോ അത് വായിച്ചു പറയാൻ എല്ലാവർക്കും പറ്റില്ലല്ലോ. ഞാൻ വായിച്ചില്ല, സ്ക്രീൻ നോക്കിയില്ല. അതായത് ഷൂട്ട് കഴിഞ്ഞു, റാപ്പായി. നമ്മുടെ നാനിയുടെ പുതിയ സിനിമ വരാൻ ഹെവി ലുക്കാണ്. ഇതുവരെ അങ്ങനത്തെ ലുക്കിൽ നാനിനെ കണ്ടിട്ടില്ല. പുതിയ ഇതിന് പോസ്റ്ററൊക്കെ ഇറങ്ങിയിരുന്നു. ഞാൻ കണ്ടു. ഭയങ്കര ഒരു വാക്കുണ്ടായിരുന്നു. അത് മലയാളത്തിലാണോ? നീ കണ്ടില്ലല്ലോ? നീ അത് എല്ലാത്തിലും അത് തമിഴിലും അതേ എല്ലാത്തിലും അതേ. അത് നമ്മൾ ടൂ ഇടാണെങ്കിൽ ഞാൻ പറഞ്ഞേനെ. അതുകൊണ്ട് ഞാൻ പറയില്ല. ഭയങ്കര പോസ്റ്ററാണ് കേട്ടോ. അതായത് ഭയങ്കര പരിസ്ഥിതിയിലോ ഇടിയിലും ചോരയിലും കുടിച്ചിരിക്കണ നാനി ഇറങ്ങും. അത് ഇറക്കിയാണ്. ഓക്കെ, അപ്പൊ നമുക്കത് കണ്ടു നോക്കാം. അപ്പൊ പോയിട്ട് നമ്മൾ തിരിച്ചു തരാം. ഓക്കെ ഓക്കെ. ఎప్పుడైతే హీరో ఒకటి రెండు టిప్స్ పడ్డాయో అక్కడి నుంచి వీళ్ళందరూ రచ్చరచ్చ చేసి పడుతున్నారు. 499 సౌండ్ ఏర్పడుతుంది అంతే. എന്റെ മോനൊക്കെ ഇതിലും പ്രേമി പാലസ് ഒരു മുടിയില് പുറത്തൊക്കെ ഇപ്പൊ ഇതുപോലെ ചെറിപ്പോന്ന സിനിമ പോലെ കരിപ്പ്. കരിപ്പ് കണ്ടാലേ ഇതുണ്ട്. ഫുൾ ഭയങ്കര അങ്ങനത്തെ ഒരു മൂഡിലായിരിക്കണം. കൂടുതലും വയലൻസ് എപ്പോഴാണ് ചാൻസ് വയലൻസ് ആയിരിക്കും. എപ്പോഴെന്ന് പറഞ്ഞാൽ അവിടെ അല്ല. കൂലിയാന്ന് പറഞ്ഞു. അത് അതിനും തന്നെ കുറെ സംസാരം ഉണ്ടായിരുന്നില്ലേ? ആദ്യമായിട്ടാണ് ലോകേഷിന് രജനികാന്തിന് ഇത്ര വർഷങ്ങൾക്ക് ശേഷം കിട്ടിയത് 36 വർഷം. പക്ഷെ ലോകേഷിന്റെ ഫസ്റ്റ് ടൈം ഉണ്ട്. നമ്മുടെ ഇതിറങ്ങിയപ്പോ പോലും ലിക്കർ ഇറങ്ങിയപ്പോഴും മാനകര കൈലി മാസ്റ്റർ ലിയോ. നമ്മള് ഞാനിനെ വളരെ കുറിച്ച് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് പറയാൻ നാച്ചുറൽ ആക്ടറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട തെലുങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ് ഞാൻ. ദസറക്ക് ഞാൻ ആക്ച്വലി എനിക്ക് ജയ്സി സിനിമ പൊട്ടി ടോപ്പ് സിനിമ ഞാൻ നെറ്റിലൊക്കെ എടുത്തു കണ്ടു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ജയ്സി. ഞാനീ അവിടെ ഇപ്പൊ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നത്, ഭയങ്കര ഹാപ്പിയുണ്ട്. അപ്പൊ അതിനകത്ത് ഞാനീ പറഞ്ഞോ ഫോട്ടോ ക്യാപ്ഷൻ ഇട്ട് എന്താണെന്ന് തോന്നുന്നു. പുള്ളി വന്നപ്പോഴൊന്നും വളരെ ഉണ്ടായി.
അപ്പൊ ഇതിനകത്ത് ഒരു പെർട്ടിക്കുലർ സീൻ വന്നപ്പോ ആൾക്കാരൊക്കെ ഭയങ്കര കയ്യിരുന്നു. ആ മറ്റേ വേറെ ട്രെയിനിന്റെ സാധനം അത് ഏതൊരു വോയിസിന്റെ സ്റ്റാറ്റസിൽ ഇടാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമായിരിക്കും. എന്തെങ്കിലും നമ്മൾ രക്ഷപ്പെടുന്നു രക്ഷപ്പെടാതെ ഞാനിന്റെ പടങ്ങള് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത് വേറെ മറ്റേ സംശയത്തിന് ഇത് ആക്ഷൻ സീനും തെലുങ്ക് സിനിമയിൽ ഏറ്റവും ഇമോഷണൽ അഭിനയിക്കുന്ന ഒരാളെ ഞാനായിരിക്കും. കൂടുതലും തെലുങ്കോടും മാസമാണോ ഞങ്ങൾക്ക് കൂടുതലും തെലുങ്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയാലും വ്യൂസ് ആയാലും ഞങ്ങൾക്ക് കൂടുതൽ ഓഡിയൻസ് തെലുങ്ക് ഓഡിയൻസ് ആണ്. ഞാൻ മഹേഷ് ബാബു ബാലയ്യ ഫാൻസ് ഉണ്ട് ഇവിടെ. ബാലയ്യ ഫാൻസ് ഉണ്ട്. ഡാക്കു മഹാരാജ കണ്ടതിന് ശേഷം ഭയങ്കര ആ പടത്തില് വേറെ നല്ല വല്ലവരെ വെച്ചിട്ട് നല്ല പടം വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പുതിയ മറ്റേ കുന്തീകളൊക്കെ മറ്റേ ഇതിന്റെ സെക്കൻഡ് പാർട്ട് അല്ല എല്ലാത്തിനും അങ്ങനെയുള്ള എല്ലാത്തിനും ഡിഫറെന്റ് ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. കൂടുതലും സൈക്കിൾ പിന്നെ ഭയങ്കരമായിട്ടുള്ള ഇൻഡസ്ട്രിയില് ഒറ്റയ്ക്ക് അങ്ങനെയാണ്. എന്തൊക്കെയായാലും ഇതിന്റെ അടുത്ത അപ്ഡേറ്റിന് നമ്മൾ പിന്നെ തിരിച്ചു ഓക്കെ. നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് ഞാന്, അനിയണ്ണൻ, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ദസറയില്ലേ എനിക്ക് ദസറ ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. നമ്മുടെ വില്ലൻ ചന്ദ്രൻ ജാക്ക് ആയിരുന്നു, സുരേഷ് ഒക്കെ ആയിരുന്നു. നമ്മുടെ മലയാളം ഇൻഡസ്ട്രിന്ന് രണ്ടു മൂന്ന് പോയിട്ടുണ്ട് പടം. പക്ഷെ ദസറ കണ്ടിട്ടുണ്ടോ? നീ കാണണം, നല്ല പടം. ഞാൻ അങ്ങനെ തെലുങ്ക് പടം കൂടുതൽ കാണാത്ത ഒരാളാണ്. എന്താണ് താല്പര്യമില്ല. താല്പര്യമില്ലാണോ? തെലുങ്കോടം കണ്ടത് ഈ അത് ഞാൻ മഹേഷ്കാരുടെ കാര്യം പറയാം. പക്ഷെ അതില് പറഞ്ഞ രീതിയില് നല്ല പടങ്ങളൊക്കെ ഉണ്ട്. മറ്റേ കുണ്ടൂർകാരൻ ആ സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടങ്ങളാണ്. എനിക്ക് കുറച്ചും കൂടെ വിന്റേജ് ഇന്ത്യ അത്രയും മറ്റേ ചെറുപ്പത്തില് കുഞ്ഞായിരിക്കും അഭിനയിച്ചാണ്. ബിസിനസ്മാൻ എല്ലാ പുള്ളിക്കാരുടെ ഒന്ന് രാഷ്ട്രീയക്കാരല്ല ബിസിനസ്മാൻ. ഇതിന്റെ കഥയിലല്ല. അതിൽ നിന്ന് കിട്ടുന്ന ഒരു മോട്ടിവേഷൻ അതൊക്കെ നീ കണ്ടു വെക്കും. മറ്റേ നമ്മുടെ മലയാളത്തിലെ പോലെ തന്നെ പല പല സ്ക്രിപ്റ്റുകൾ ചെയ്യാനുള്ള ധൈര്യം കാട്ടുന്ന ആളാണ് ഞാൻ. സോ ഇതും അങ്ങനത്തെ ഒരു വെറൈറ്റി കുറെ ഞാനീ മാഷ്കാരന്റെ പോലെ മണ്ണുണ്ടല്ലോ, രാജമൗലിയുടെ പടം മണ്ണുണ്ടല്ലോ. അത് വരുമ്പോ നീയൊക്കെ വായ ഓക്കെ, ബാക്കി അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് പോവാണ്. ഓക്കെ, എന്തായാലും പുതിയ അപ്ഡേറ്റ് ആയിട്ട് ഞങ്ങൾ തിരിച്ചു വരും. അത് അറിയാനായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ലൈക്കന്റെ ഒരു സാധനം ഇവിടെ വരും. ഓക്കെ, ബൈ.